അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ADHD എന്ന ഒരു കണ്ടീഷൻ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ നേരത്തെയുള്ള ഐഡൻറ്റിഫിക്കേഷനും നേരത്തെയുള്ള ഇൻ്റർവെൻഷനും ഈ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം നൽകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻ്റർവെൻഷൻ ആസ്പെക്റ്റിൽ മെഡിക്കൽ ഡോക്ടേഴ്സ്, റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഇവരുടെയൊക്കെ ഹെൽപ്പ് ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് ചില കുഞ്ഞുങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ പീഡിയാട്രിക് സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ നമ്മൾ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില കുട്ടികളുടെ റെസ്റ്റ്ലെസ് ബിഹേവിയറും ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറും നമുക്ക് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വേണ്ടതായി വരുന്നുണ്ട്. പലപ്പോഴും ഒരു പീഡിയാട്രിക് സൈക്കോളജിസ്റ്റിൻ്റെ ആസ്പെക്റ്റിൽ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊണ്ട് ഈ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണാം. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള പരിശീലനം, അതുപോലെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ രീതിയിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പലപ്പോഴും പാരൻ്റൽ ട്രെയിനിങ് വളരെയധികം സഹായകമാകുന്നുണ്ട്. പാരൻസിന് എങ്ങനെ കുട്ടീനെ വീട്ടിൽ സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനും ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാനുള്ള പാരൻ്റൽ അവയർനെസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ കുട്ടി ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കുട്ടി കാണിക്കുന്ന ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുമ്പോൾ പണിഷ്മെൻറ്റ് ആസ്പെക്റ്റിൽ കുട്ടിക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങൾ അത് കണ്ടീഷനെ ഒരുപാട് വേഴ്സ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പാരൻസ് ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വിദഗ്ധരായ ആളുകളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇൻ്റർവെൻഷൻസിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികൾ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, സെൻസറി ഡയറ്റ് ആക്ടിവിറ്റീസ് റെഗുലറായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ അത് കുട്ടികൾക്ക് ഒരുപാട് തരത്തിലുള്ള അവരുടെ എനർജി മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിൽ സഹായകമാകുന്നതായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് നൽകാവുന്നത് സ്കൂളിൽ നമുക്ക് പഠനത്തിൽ ഈ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾ പഠിക്കുന്നതിന് ചിലപ്പോൾ ഒരു വലിയ ഒരു പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നതും കുട്ടികളുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഹെൽപ്ഫുൾ ആവാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ലൈഫ് സ്കില്ലിൽ വരുത്തേണ്ട ചേഞ്ചസ് ആണ്. അതായത് ഒരു കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡെയിലി ഷെഡ്യൂൾസ് പ്ലാൻ ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെൽഫ് റെഗുലേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, കുട്ടി കറക്റ്റ് ടൈമിൽ തന്നെ കിടക്കുകയും അതിന് ന്യൂട്രീഷനായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടിയുടെ സ്ക്രീൻ ടൈം വളരെ ലിമിറ്റഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിലും ഈ കുട്ടികളുടെ ഇൻ്റർവെൻഷൻസിന് ഒരുപാട് സഹായകമാകും. ADHD ആസ്പെക്റ്റിലുള്ള കുട്ടികളുടെ നേരത്തെ ഉള്ള കണ്ടെത്തലുകളും ഇൻ്റർവെൻഷൻസും കുട്ടികളിൽ കാണുന്ന പലതരത്തിലുള്ള കുട്ടികളിലും കാണുന്ന ക്രിയേറ്റീവ് സ്കിൽസും അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായമാകുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ADHD പ്രശ്നങ്ങളുള്ള ഒരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പാരൻസും ഒരു സ്കൂൾ സിസ്റ്റവും ഒരു തെറാപ്പി സിസ്റ്റവും നൽകേണ്ട ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആ കുഞ്ഞുങ്ങളുടെ ഇൻ്റർവെൻഷൻസിന് ഏറ്റവും അധികം സഹായകമാകും.